ഇടുന്ന ബ്രായേ വർഷങ്ങൾ ഒരേ ഇതായിരിക്കത്തില്ലയോ? അല്ലാതെ അതുപോലെ കഴിച്ചിട്ട് ഒക്കെ അല്ലയോ വണ്ണം വെക്കുന്നത്? അല്ലാതെ ഇന്നൊരു വണ്ണം വൈകിട്ടൊരു വണ്ണം അങ്ങനെയാണോ വണ്ണം വെക്കുന്നത് ആരെങ്കിലും? അങ്ങനെയാണോ? നിങ്ങളും തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. ഒരു ഡ്രസ്സ് നിമിഷ നേരം കൊണ്ട് വണ്ണം കൂടുകയും കുറയുകയും നമുക്ക് ഇടാൻ പറ്റാതാവുകയും ചെയ്യും ഒറ്റ ദിവസം കൊണ്ട്. അതെന്ത് ടെക്നോളജിയാണ് നിങ്ങൾ പറ? അങ്ങനെ ആവുമോ? നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. ഈ നമ്മുടെ CCTV ക്യാമറയിലുണ്ട്. നിങ്ങളും തയ്ക്കുന്നവരൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ. ഇന്ന് കൊണ്ടിരുന്ന ഈ തയ്ച്ചോണ്ട് പോകുന്ന ഡ്രസ്സ് നാളെ ഇടാൻ പറ്റത്തില്ല. അതാ പറയുന്നത്. നമ്മളും ആൾക്കാരെ കാണുന്നുണ്ട്. അവർ നമ്മുടെ മുഖത്തിൻ്റെ ഈ ഭാഗത്തെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, വാട്ടർ റിറ്റൻഷൻ എന്ന് പറയും. അറിയാവോ അത്? വാട്ടർ റിറ്റൻഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തെ വെള്ളം കെട്ടിക്കുക. അങ്ങനെ ഒരു ഇതുണ്ട്. കിഡ്നി അല്ലയോ നമ്മുടെ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന, നമ്മുടെ ദേഹത്തുള്ള എക്സസ് വാട്ടർ കളയുന്നതെന്ന് അറിയാവോ? അതൊക്കെ അറിയാവോ? അതിങ്ങനെ വെള്ളം കളയാതെ നമ്മുടെ ഈ വെള്ളം കെട്ടിക്കുക ദേഹത്തൊക്കെ. ഇങ്ങനെ പല പല പരിപാടി ഈ ഫോണിൽ കൂടെ ഇതെല്ലാം. അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ഫോണിലൊരു ആപ്പ് ഉണ്ട്, മനസ്സിലായോ? നമ്മുടെ ഫോണിൽ നമ്മുടെ AC ഓഫാക്കാനും ഓണാക്കാനും പറ്റുമോ? അതൊരു ആപ്പ് വഴിയല്ലേ? അതുപോലെ ആപ്പുണ്ട് ഇതിനും ഇവരുടെ കയ്യിൽ ആപ്പുണ്ട്, ഈ മൊബൈൽ വഴി. പിന്നെ മൊബൈൽ മാത്രമല്ല, അതുപോലെ സൗണ്ട് വെച്ച് നമ്മുടെ കിഡ്നിയിലെ സ്റ്റോണൊക്കെ കളയുന്ന അറിയാമോ? സൗണ്ട് വെച്ചല്ലേ, ഇപ്പോൾ അൾട്രാസൗണ്ട് വെച്ചല്ലയോ കിഡ്നിയിലെ സ്റ്റോൺ പൊടിക്കുന്നത്. ഇപ്പം സർജറി വേണ്ടല്ലോ, അതറിയാമോ? പൊടിച്ച് കളയുന്നത്. അപ്പം നിങ്ങൾക്കൊന്നും അറിയത്തില്ല, വായിക്കണം. അപ്പോഴേ അങ്ങനെ അത് വെച്ച് നമ്മുടെ തലയ്ക്കടിക്കുക, നമ്മുടെ തലച്ചോറിന് ക്ഷതം വരുത്താൻ വേണ്ടിയിട്ട്, ഓർമ്മശക്തി. അപ്പം നമ്മുടെ തലച്ചോറ് അങ്ങനെ ആക്കരുതെന്നോ? തലച്ചോറ് ഇങ്ങനെ അടിക്കുന്നുണ്ടേ നമ്മുടെ തലച്ചോറിന് ക്ഷതം വരും. അപ്പം നമുക്ക് ഓർമ്മക്കുറവ്, അതിനാ പറയുന്നത് ഓർമ്മക്കുറവ്. ഇതൊക്കെ ചുമ്മാതാ. കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങി നടക്കുക, ഇങ്ങനെ മെഡിക്കൽ മാഫിയ. അവയവമൊക്കെ ഹോസ്പിറ്റലിൽ പോയി എടുക്കുന്നതൊക്കെ അറിയാവോ? നമ്മളറിയാതൊക്കെ എടുത്തോണ്ട് പോകുന്നതൊക്കെ അറിയാവോ? സർജറിയൊക്കെ അതൊക്കെ പറയുന്നത് പണ്ടേ സിനിമ വന്നതല്ലയോ? അങ്ങനെയുള്ള കുറേ കള്ളര് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇലന്തൂരെയൊക്കെ സംഭവമൊക്കെ അറിയത്തില്ലേ? അതെന്തിനായിരുന്നു? അത് മന്ത്രവാദമല്ലായിരുന്നു. മന്ത്രവാദമൊന്നും അല്ലത്. അതിന് ഈ മന്ത്രവാദത്തിന് അകത്തെ എല്ലാം അവർ തിന്നെന്ന് പറയുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ എല്ലാം അപ്പം കള്ളത്തരമല്ലയോ? അവർ തിന്നെന്നല്ലയോ പറയുന്നത്? അകത്തെ ഒന്നും ഇല്ലായിരുന്നു. എന്തോ കരളും കിഡ്നിയും അങ്ങനെയുള്ള ഓർഗൻസ് ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. അതെന്തെടുത്ത്? അത് മന്ത്രവാദത്തിൽ തിന്നുമോ? അവർ തിന്നെന്നാ പറഞ്ഞത്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിട്ട് എന്നൊക്കെ അല്ലയോ? അതെന്തോ ബോഡിയല്ലേ കുഴിച്ചിട്ട്? അത് ബോഡി എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഒന്നും ഇല്ലായിരുന്നു. ഇതെന്തിനാ ഇതെല്ലാം എടുത്ത് വിൽക്കുക? അവരുടെ കൂടെ ഒരു സർജന് ഹെൽപ്പ് ചെയ്ത ഒരുത്തനായിരുന്നു, അതറിയാമോ? പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന സർജൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരുത്തനെ അയാളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുത്തനായിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതെന്തിനാ? മന്ത്രവാദം ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ആളുടെ ഹെൽപ്പ് വേണോ? അത് വേണോ? മന്ത്രവാദം ചെയ്യുന്നവരൊക്കെ അടുക്കൽ അങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻ്റെ ഹെൽപ്പാണോ ഹെൽപ്പ് ചെയ്യുന്ന ആളിരിക്കും? എന്തിനാ നിർത്തിയേക്കുന്നതെന്ന് അറിയോ? അയാൾക്ക് ഈ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കാനറിയാം, മനസ്സിലായില്ലയോ? അതിന് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് വിറ്റ് കാശാക്കാൻ കോടികളുടെ ബിസിനസ്. അതറിയാവോ? കിഡ്നിയും കരളും കണ്ണിൻ്റെ അതും ഇതും എല്ലാം എടുത്ത് വിറ്റ കോടികൾ, അതറിയാവോ? അങ്ങനെ കുറേ മാഫിയകൾ നമ്മുടെ ഇടയ്ക്ക് ഉണ്ട്. ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. ജോലിയും വേലയാന്ന് പറഞ്ഞ് ചുമ്മാ. ജോലിയെക്കുറിച്ച് അറിയത്തില്ലയോ? അവൾ ടാഗും ഒക്കെ തൂക്കി നടന്നിട്ട് എന്തുവായിരുന്നു? അതുപോലെ കുറേ കള്ളരുണ്ട് ഈ ലോകത്ത്. ശരിയേ?